ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനമാണല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തുള്ള അംഗനവാടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ ബലൂണും കൊടിയൊക്കെ കണ്ടപ്പോൾ ഓൾക്ക് നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ ഏതായാലും അത് ഒന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ചെന്നപാട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത്, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടായി. പിന്നെ എൻ്റെ ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ ആൾ. പിന്നെ 8:40 പതാക ഉയർത്തുന്ന കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യസമയത്ത് തന്നെ പതാക ഉയർത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളൊക്കെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ആകാംക്ഷയോടെ തന്നെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സംഭവം അരങ്ങനെ ചാടിന് കാണാൻ നല്ല ഭംഗിയാണല്ലോ അല്ലേ. അങ്ങനെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചാടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും നല്ല സന്തോഷമായിട്ടോ. പിന്നെ ടീച്ചർ ദേശീയഗാനമൊക്കെ ചൊല്ലുന്നുണ്ട്. കുട്ടികളും ഒപ്പം കൂടെ ചൊല്ലുന്നുണ്ട്, അംഗനവാടിയിലുള്ള കുട്ടികളൊക്കെ. അങ്ങനെ പ്രതിജ്ഞ ചൊല്ലി എൻ്റെ സഹോദരി ഗുരുനാഥന്മാരെയും പിന്നെ അതിലൊരു കുട്ടികളോട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികളും പാടുന്നുണ്ട്. ആ കുട്ടികളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ടീച്ചറും കൂടെ പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർക്കുള്ള മധുര വിതരണം കേട്ടോ. അങ്ങനെ ലഡുവൊക്കെ കൊടുത്തതിന് ശേഷം ചെറിയൊരു ജാഥ പോലെ കുട്ടികളെ കൊണ്ട് ഒരു ഘോഷയാത്ര പോലെ പോവാണ്. അടുത്ത് കുറച്ച് ദൂരം പോയിട്ട് പോരാന്ന് കരുതിയിട്ട്. അങ്ങനെ അപ്പോഴവർ ജയ്ഹിന്ദൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ടാണ് പോണേ. പിന്നെ അവർ തിരിച്ചു വന്ന ശേഷം ടീച്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും പായസമൊക്കെ തന്നു കേട്ടോ. നല്ല खुदाया मेरी ए वतन वतन मेरे आबाद रहे तू, ए वतन वतन मेरे आबाद रहे तू, मैं जहाँ रहूँ जहाँ में याद रहे